സത്യം പറ, ഇവിടെ എന്തേലും അങ്ങനെ കുഴിച്ചിട്ടുണ്ടോ? ചുമ്മാ പറഞ്ഞാണ്, ഇവിടെ കുഴിച്ചിട്ടിട്ടില്ല. എന്തിനാണ് ഇവിടെ വന്നത് ഇങ്ങനെ നിൽക്കുന്നത്? ഇതൊരു പകയുടെ ഭാഗമായിട്ട് വന്നതോ? പകയോ? എനിക്കൊരു പകയുണ്ട് ഇവിടെ. ഈ ഫ്ലോറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പകയുണ്ട്. എന്ത് പക? ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ, താരവിളച്ചില്. വിളയാട്ടം. ആ വിളയാട്ടം വിളച്ചിലും എല്ലാം ഒന്ന് തന്നെ. ആ വിളച്ചിൽ പരിപാടിക്കകത്ത് എന്നെ കൊണ്ടുവന്ന ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് ഞാൻ അനുവാദം ചോദിച്ചു താരവിളയാട്ടത്തിൽ. എന്നിട്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരുത്തൻ പറയാ നിന്റെ ഇതൊക്കെ ശരിയല്ലെന്ന്. ഞാൻ കരഞ്ഞോണ്ടാ സാറേ ഇവിടെ പോയ, കരഞ്ഞോണ്ട് ആ പക എനിക്ക് തീർക്കാൻ വേണ്ടിയാണ്. അല്ല, കരഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ഈ ശബ്ദം വെച്ചിട്ട് നിങ്ങൾ താരവിളയട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഏത് സ്റ്റാറിന്റെ ശബ്ദം ചെയ്യാനാണ്? തിലകൻ, MS തൃപ്പൂണിത്തുറ, അമരീഷ് പുരി, മമ്മൂട്ടി ഇതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പൊ അവിടുന്ന് കരഞ്ഞോണ്ടാണ് ഞാൻ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ എന്നെ റിമാൻഡ് ജയിലിലിട്ടപ്പോ ഞാൻ അന്ന് ശബ്ദം എടുത്തതാ. ഈ ഫ്ലോറിൽ ഞാൻ വന്നു 10 മിനിറ്റ് വന്ന് നിൽക്കുമെന്ന്. അതിന് വന്ന ഞാൻ ചുമ്മാ പറഞ്ഞ ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്റെ വീടിന്റെ പുറകിൽ എനിക്കൊരു കുഴിയടിപ്പിക്കണം, ഇതിനെ കൊണ്ട് ഒരു കുഴിയടിപ്പിക്കണം. എന്നെ ജയിലിൽ പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഒരുത്തോടെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞൊരു കക്കൂസിന്റെ കുഴിയെടുത്ത് കാണാന്ന്. അവൻ ചെയ്തു തന്നില്ല. ആ വകുപ്പിൽ ഇതോടെ ഞാൻ അതങ്ങ് നടത്തിക്കോ അവിടെ. ഇതൊക്കെ എന്റെ പകയുടെ ഭാഗമാണ് സാറേ, പകയുടെ ഭാഗമാണ്. തന്നെയല്ല, എനിക്ക് കുറെ സ്ഥലങ്ങളൊക്കെ കാണാലോ. ഞാനിപ്പോ ഇതിന്റെ പേരില് ഗവൺമെന്റ് ചെലവില് ഗോവ, മൂന്നാറ്, പിന്നെ അങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഈ തൊണ്ടി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കാണും. അത്രയുള്ള കേസ് അത്രേ ഉള്ളു. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. സാർ നിങ്ങൾ ഇതോ ഇതിനോട് പറയരുത്, ഒന്നും പറയരുത്. ഇല്ല,